എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് മില്ലറ്റ് കൊണ്ടുള്ള പഴങ്കഞ്ഞിയാണ്. ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതുവരെ മില്ലറ്റ്സിൻ്റെ ചൂട് സാധനങ്ങളാണ് കഴിച്ചത്. ഇനി നമുക്ക് ഒരു മില്ലറ്റ് കൊണ്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുകൊണ്ട് ഒരു ചെറിയ തവി എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിന് 2 സ്പൂൺ മില്ലറ്റ് എടുത്ത് നമുക്ക് വെള്ളത്തിലിടാം. ഇപ്പോൾ രാവിലെയാണ് സമയം, വൈകുന്നേരം നമുക്കിത് വേവിച്ച് വെക്കണം. നാളെ രാവിലെയാണ് ഇത് കഴിക്കുന്നത്. ഇത് മതിയാവും ഒരാൾക്ക്. 2 സ്പൂൺ 1-2 തവണ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനിടാം. കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ചായ അരിക്കുന്ന കപ്പിന് അരിപ്പയ്ക്ക് പകുതിയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലിറ്ററോളം വെള്ളം ഒഴിക്കാം. ഇതൊരു 300 മില്ലിയൊക്കെ കൊള്ളുന്ന കപ്പാണ്. ഈ കപ്പിനകത്ത് നമുക്കൊരു 3 കപ്പ് വെള്ളം ഒഴിക്കും. നമ്മൾ രാവിലെ കുതിരാനിട്ട ചാമയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൻ്റെ അരി ഒന്ന് അടുത്ത് കാണിക്കാം. ഒരല്പമൊക്കെ കുതിർന്ന് വെളുത്ത നിറമൊക്കെ വന്നിട്ടുണ്ടല്ലേ. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളച്ച് വേവട്ടെ. നമ്മുടെ ചാമ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങി വരുന്നുണ്ട്. മില്ലറ്റ് അല്ലെങ്കിൽ ചാമ തിളച്ചു, പെട്ടെന്ന് വേവും. രാവിലെ വെള്ളത്തിലിട്ടതല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ വേവും. നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇത് കണ്ടല്ലോ, ചോറിന് വേവ് നോക്കുന്ന പോലെ തന്നെ വെന്തോന്ന് നമുക്ക് നോക്കാം. കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്തു. എല്ലാ ചെറുധാന്യങ്ങളും കുതിർത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. കണ്ടോ, പതുക്കെ വെന്ത് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കത് സ്റ്റൗ ഓഫാക്കാം. വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി മൂടി വാങ്ങി വെച്ചു. ഇനി നമുക്ക് നാളെ രാവിലെ വരെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെ രാവിലെയാണ് നമ്മളിത് കഴിക്കുന്നത്. നാളെ രാവിലെ കാണാം. ഇന്നലെ വൈകുന്നേരം നമ്മൾ വേവിച്ച് വെച്ച ചാമക്കഞ്ഞിയാണ് കേട്ടോ ഇത്. നമുക്ക് കഞ്ഞി കുടിക്കുമ്പം ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പം ചെയ്യാൻ വന്നത്, നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇതിൻ്റെ കഞ്ഞിവെള്ളം നമുക്ക് കുറച്ചിങ്ങോട്ട് നല്ല തണുത്ത കഞ്ഞിവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഉണ്ടോ, ഇതാണ് കഞ്ഞി. കണ്ടോ, ഇന്നലത്തേനെക്കാട്ടിലും നന്നായിട്ട് അളവൊക്കെ കൂടി വെന്ത് നല്ല തണുത്തിരിക്കുക. അതോടെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഇച്ചിരി കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇത് കഞ്ഞിവെള്ളം ഊറ്റിയെടുത്തു, ഒരല്പം ഉപ്പ് ചേർത്തു. ഇതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ വെള്ളമോ നാരങ്ങ നീരോ അതല്ലെങ്കിൽ മോരൊക്കെ ചേർത്ത് വേണേലും കുടിക്കാം കേട്ടോ. ഞാനിപ്പം ഇതൊന്നും ചേർക്കണില്ല. ഇച്ചിരി ഉപ്പിട്ടു. ഇത് നമുക്കൊന്ന് കുടിക്കാം. രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലും തേച്ച് മുഖം കഴുകിയതേ ഉള്ളൂ. നമുക്ക് ഈ ചാമക്കഞ്ഞി പഴങ്കഞ്ഞിയുടെ വെള്ളം കുടിക്കാം. ചാമക്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൾബറിയുടെ തോരനാണ് വെക്കുന്നത്. ഉണ്ടോ, ആ കൂട്ടത്തിലൊരു 2 ചീര, അത് മൂത്ത് പോകാറായിരുന്നു. പിന്നെ 2 തഴുതാമേലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കഴുകി പെറുക്കി
വെള്ളം തോർത്തിയിട്ട് അരിഞ്ഞെടുക്കാം. കടുക് പൊട്ടി. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. തോരനകത്ത് കിടന്ന് വേവാനുള്ളതാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. ഇല കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇലക്കധികം വേവില്ല, തേങ്ങ അധികം വേവണ്ട. അപ്പം നമ്മൾ ഈ അരപ്പും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഇല എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് കേട്ടോ. തേങ്ങ ഇലയൊക്കെ കുറഞ്ഞു പോകുമ്പോൾ തേങ്ങ കൂടിപ്പോവും, അതുകൊണ്ട് നോക്കി ചേർത്താൽ മതി. അല്പം കൂടി ചേർക്കാമല്ലോ, പിന്നെ മിച്ചം വെച്ചേക്കാനില്ല, നമ്മൾ അരച്ച് ചേർത്തേക്കാം. ആദ്യ ഇലയുടെ അളവിനനുസരിച്ച് തേങ്ങ ചേർത്താൽ ഇല ഒതുങ്ങിപ്പോയി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കറി ആയിപ്പോകും. ഇനി നമുക്ക് അല്പം ഉപ്പ് പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോഴും ഇലക്കറിക്ക് ഉപ്പ് ചേർക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചാമ പഴങ്കഞ്ഞിക്ക് കൂട്ടാനൊരു കറി ഉണ്ടാക്കാം. ഉള്ളിയും മുളകും അല്പം ഇഞ്ചിയും പിന്നെ ഇത്തിരി തൈരും ഉപ്പും ചേർത്ത് ഒരു കറി. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു അടച്ച് ഊറ്റിയ വെച്ച് പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ. നമ്മളെല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം ഉപ്പ് ചേർക്കാം. ഇനി തൈര്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് കേട്ടോ. ഉപ്പ് ഒന്ന് സ്വാദ് നോക്കാം. ഒരല്പം കൂടെ മോര് ചേർക്കാം. അപ്പം നമ്മുടെ ചാമ പഴങ്കഞ്ഞിക്കുള്ള സാലഡ് റെഡിയായി. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടുന്നത് ബീൻസ് മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ ഇലക്കറി. അപ്പം നമുക്കിനി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഉണ്ട്, അതങ്ങോട്ട് ഊറ്റി വയ്ക്കാം. അതിനകത്ത് ഉപ്പിട്ട് ഇതിൻ്റെ കൂടെ കുടിക്കാം. ഈ ചാമയൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സൂപ്പ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം തെളിഞ്ഞു വരികയില്ല. അപ്പം നമ്മുടെ ചാമ കഞ്ഞി റെഡിയായി. ഇലക്കറിയും ബീൻസും പിന്നെ നമ്മുടെ സാലഡ് അതും ചേർത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ചാമയൊക്കെ ഇനി കഞ്ഞി വെക്കുമ്പം നമുക്ക് ബാലൻസ് വന്നാൽ പോലും നമുക്കിതുപോലെ എടുത്ത് വെച്ചിട്ട് കഴിക്കാം. നല്ല മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഒന്നോടെ നല്ലത്.
മൺചട്ടിയിലാകുമ്പോൾ പിന്നെ നല്ല പാകത്തിനുള്ള കൃത്യമായിട്ടുള്ള അടപ്പ അല്ലെങ്കിൽ മൂടി തുണിയോ എല്ലാം വെച്ച് മൂടി കെട്ടി വെക്കണം. നമുക്ക് നല്ല അടപ്പുള്ള പാത്രമാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ വെച്ചത്. അതിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ചാൽ പിന്നെ ഒന്നും. അപ്പോൾ നമ്മുടെ അല്പമൊക്കെ ഒന്ന് പിന്നെ ഒരു പ്രോബയോട്ടിക് അല്ലെങ്കിൽ ഇച്ചിരി നല്ല ബാക്ടീരിയയൊക്കെയുള്ള നല്ല ചാമപ്പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. അപ്പം നമുക്കിനി കഴിക്കാം.